കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യവും കൂടി വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ അധികരിച്ച് യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ വിശാലമേറിയ ഒരു പഠനമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ദൈവദാസൻ ഒരു ഉദാഹരണം പറയുകയുണ്ടായി. നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ, ഇപ്പോ നമുക്ക് അങ്കമാലിക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നും അങ്കമാലി വരെയുള്ള റോഡിന്റെ ക്ലിയറൻസ് നമുക്ക് ഈ വാഹനത്തിലിരുന്ന് നമുക്ക് കിട്ടില്ല. അവിടം വരെ ഒറ്റ ലൈറ്റിൽ നമുക്ക് അവിടം വരെ വഴി ക്ലിയർ ആണ്, വഴി കണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് ഒരു 5 മീറ്റർ നീളത്തിലുണ്ടെങ്കിൽ ആ 5 മീറ്റർ നമ്മൾ പ്രകാശനം കിട്ടുന്നതിനനുസരിച്ച് മുൻപോട്ട് പോകുന്നത് പോലെ ഈ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വെളിച്ചമനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. 1-2 ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലോ എടുത്ത് തീർക്കുവാൻ പറ്റിയ ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് വേദപുസ്തകം പിന്നെയും ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെയും ദൈവം പ്രകാശിപ്പിച്ച് തരുന്നു. അത് ചില കാര്യങ്ങൾ നമുക്ക് ഒരു ആവർത്തനം എന്ന് തോന്നിയേക്കാം, എങ്കിലും അത് കാലഘട്ടത്തിൽ ഈ തലമുറയിൽ നമുക്കത് അനിവാര്യം ആയിരിക്കുന്നതായ വിഷയങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ക്ലാസ്സുകൾ കേട്ട് ചിലരെങ്കിലും വളരെ പ്രശംസിച്ചുകൊണ്ട് വാക്കുകൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ നിലയിൽ ചിലർക്കെങ്കിലും അത് പ്രയോജനകരമായിട്ട് തീരുന്നുണ്ട് എന്നുള്ളത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു യഥാസ്ഥാനത്വം ആവശ്യമായ നിലയിലാണ് ദൈവത്തിന്റെ മക്കൾ ആയിരിക്കുന്നത്. ഒരു ചെറിയ കൂട്ടം ഒഴികെ മിക്കവാറും വരുന്നതായ ദൈവത്തിന്റെ മക്കൾ ഏത് കാലത്തേക്ക് നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം തന്നെ യഥാസ്ഥാനത്വം ആവശ്യമായ നിലയിലായിരുന്നു അവരുടെ ജീവിതം. കയറിയും ഇറങ്ങിയുമുള്ളതായ ആത്മീകമായിരിക്കുന്ന ജീവിതം. ആ ഇറങ്ങിയ അല്ലെങ്കിൽ താഴേക്ക് പോരുന്നതായിരിക്കുന്ന ആ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അവർക്കൊരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന് കാണുന്ന ദൈവം അവരെ വ്യത്യസ്തമായ നിലകളിൽ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അവരെ നാം ഇവിടെ വായിച്ചതുപോലെ തന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമുള്ളതായ യഥാസ്ഥാനത്വത്തിലേക്ക് അവരെ കൊണ്ടുവരികയുമാണ് ദൈവിക പദ്ധതി. ആ പദ്ധതിക്ക് വിരോധമായിട്ട് നിൽക്കുന്നവർ നശിച്ചു പോകും എന്നുള്ളതും വ്യക്തമാകുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, നമ്മുടെ ദൈവം നാം ചെയ്തതായിരിക്കുന്ന പാപത്തിന്റെ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ബാലശിക്ഷകൾ നൽകുന്ന ദൈവമാണ്. ആ ബാലശിക്ഷകൾ നാം സഹിക്കണം. ആ ബാലശിക്ഷകൾ നാം സഹിക്കുന്നത് കൊണ്ട് അവന്റെ വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ളതായ ഒരു മുഖാന്തരമായിട്ടാണ് അത് മാറുന്നത് എന്ന് നമ്മൾ കാണുവാനിടയായി. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. അപ്പോൾ ഈ നിലയിൽ ദൈവത്തിന് കോപിക്കത്തക്കവണ്ണവും ശാസിക്കത്തക്കവണ്ണവും ശിക്ഷിക്കത്തക്കവണ്ണവും അവരിൽ കണ്ടതായിരിക്കുന്ന പാപങ്ങൾ നാം ചില കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടതാണ്. എന്നാൽ ഈ ദിവസങ്ങളിലെ ധ്യാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ച
ഒരു വേദഭാഗത്തു നിന്നും നാം ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആ വേദഭാഗം ചിന്തിക്കുമ്പോൾ നാം ഇത് നമുക്കറിയാം, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. നാം പഴയ നിയമത്തിലെ പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അന്ന് കഴിഞ്ഞ ഒരു സംഭവമാണ്, നമ്മെ ഇത് ബാധിക്കുന്നതല്ല എന്നൊന്നും വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുവാനായിട്ടുള്ളതല്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചന കേൾവിയെങ്കിൽ യഥാസ്ഥാനത്തും ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ തിരുത്തുവാനായിട്ടാണ് ഈ ബൈബിൾ ക്ലാസ്. ദൈവത്തിന്റെ വചനം ആ നിലയിൽ നമ്മിൽ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയാകണം. ഈ ദൈവത്തിന്റെ മുൻപാകെ നാം എത്രത്തോളം അവന്റെ കൽപ്പനകൾ ലംഘിക്കുന്നവരാണ്. സാധാരണയായിട്ടുള്ള ഒരു ജീവിതത്തിൽ അത് അധികം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ രാവിലെ ഒരു വസ്ത്രം ധരിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു. ആ വാഹനത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ ആ പകലിൻ്റെതായിരിക്കുന്ന യാത്രാവേളകളിൽ അനേക മാലിന്യങ്ങൾ നാം അറിയാതെ തന്നെ ആ വസ്ത്രത്തിൽ വന്ന് പതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സ്വാഭാവികമാണ് എന്ന് കരുതി ആ വസ്ത്രത്തെ നമ്മൾ മാറ്റാതിരിക്കുന്നില്ല. അത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അഴിച്ച് മാറ്റും. എന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെ ലംഘനങ്ങളൊന്നും വരുന്നില്ല, ഞാൻ നല്ല ജീവിതമാണ് നയിക്കുന്നത്, കൊള്ളാം, അത്യാവശ്യം ഒരു നിലവാരമൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നാം മറ്റുള്ളവരുമായിട്ട് ഒന്ന് താരതമ്യം കൂടെ ചെയ്യും. മറ്റുള്ളവരെ നമ്മൾ വിധിക്കും. എന്നിട്ട് ഞാൻ അവരെക്കാൾ നല്ലവനാണ്, നല്ലവളാണ് എന്നുള്ള ചിന്തയും നമ്മിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, നാം കഴിഞ്ഞ ദിവസത്തിൽ ഓർത്തതുപോലെ, അത് നമ്മെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 106 സങ്കീർത്തനത്തിൽ നിന്നുമാണ്. 106ഉം 107ഉം സങ്കീർത്തനങ്ങൾ അത് നമ്മൾ ധ്യാനിക്കേണ്ടതായിരിക്കുന്ന വേദഭാഗമാണ്. ഞാൻ അതിന്റെ 106 സങ്കീർത്തനത്തിന്റെ 40 വാക്യം ആദ്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു, അവൻ തന്റെ അവകാശത്തെ വെറുത്തു. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം തന്റെ അവകാശത്തെ എന്ത് ചെയ്തു? വെറുത്തു. എന്താ വെറുക്കാൻ കാരണം? കാരണങ്ങളുണ്ട്. അവൻ ആരെയാണ് വെറുത്തത്? തന്റെ അവകാശമെന്ന് താൻ കണ്ട. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 29 വാക്യത്തിൽ നാം ഇസ്രയേലിനെ കുറിച്ച് വായിക്കുന്നത് ദൈവം പറയുന്ന വാക്കാണ്, അവർ എന്റെ അവകാശമെന്നാണ്. ദൈവത്തിനുള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ. നാമും ദൈവത്തിനുള്ളവരാണ്, ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നാം അവനുള്ളവരാണ്. എന്നാൽ ആ അവകാശത്തെ ദൈവം എന്ത് ചെയ്തു? ദൈവം വെറുത്തു. നാം 78-ാം സങ്കീർത്തനം 59 വാക്യത്തിലും അത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ അവകാശത്തെ, തന്റെ ജനത്തെ ദൈവം വെറുത്തു. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, താൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിനാൽ ദൈവം അനുതപിച്ചു എന്നാണ്. അപ്പോൾ അത് ദൈവം അനുതപിക്കുവാൻ കാരണം നമുക്കറിയാം, അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലുള്ളതായ ഒരു ജീവിതം അവർ നയിച്ചത് കൊണ്ടാണ്. ഇവിടെ ദൈവം വെറുക്കുന്ന തലത്തിലേക്ക്, ദൈവം അവരെ അവജ്ഞയോടുകൂടെ വീക്ഷിക്കുന്ന തരത്തിലേക്ക് തന്റെ ജനം മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടതായിരിക്കുന്ന കാഴ്ചയിൽ ദൈവം അവരോട് പറയുന്നുണ്ട്, ഈ ജനം ദുശാഠ്യമുള്ള ജനം, ഇനി ഞാൻ അവരോടുകൂടെ നടക്കില്ല, ഇനി ഞാൻ അവരോടുകൂടെ നടക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ദൈവം വെറുക്കുന്ന തലത്തിലേക്ക്, ദൈവം കൂടെ നടക്കാത്തതായ അനുഭവത്തിലേക്ക്, ദൈവം സൃഷ്ടിച്ചുവല്ലോ എന്ന് അനുതപിക്കത്തക്കവണ്ണമുള്ള അവസ്ഥയിലേക്ക് ഈ ജനങ്ങൾ മാറ്റപ്പെട്ടു എങ്കിൽ അതിന് വ്യക്തമായിരിക്കുന്ന കാരണങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കും, എൻ്റെ ദൈവം
എന്നെ വെറുക്കുന്നുണ്ടോ? അതോ എന്റെ ദൈവത്തിന് ഇന്ന് എന്നെ ഇഷ്ടമാണോ അല്ലയോ? എന്റെ ദൈവത്തിന് എന്നോടുള്ളതായിരിക്കുന്ന ഇന്നത്തെ മനോഭാവം എന്താണ്? ദൈവം വാസ്തവത്തിൽ എന്റെ കൂടെ നടക്കുന്നുണ്ടോ? അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ 106 സങ്കീർത്തനത്തിന്റെ 6 മുതലുള്ളതായിരിക്കുന്ന ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ അവർ സമ്മതിക്കുന്ന ഒരു കാര്യം, അതായത് ദൈവം അവരെ എന്തുകൊണ്ട് വെറുത്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഇസ്രായേൽ മക്കൾ പറയുന്നതായ ഒരു കാര്യം എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം പ്രവർത്തിച്ചു. അവർ ചെയ്തതായ പാപങ്ങൾ എന്താണ്? അത് വായിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം ഒന്ന് പറയണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നത്. നാം ഇന്നത്തെ നമ്മുടെ കോണ്ടക്സ്റ്റിൽ നാം പാപമെന്ന് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ജാതികളായിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ചില പാപത്തിന്റെ പ്രവർത്തികൾ നാം നോക്കുമ്പോൾ നാം ആരും അതൊന്നും ചെയ്യുന്നവരല്ല. നാം മദ്യപിക്കുന്നവരോ വ്യഭിചരിക്കുന്നവരോ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ മോഷ്ടാക്കളോ പിടിച്ചുപറിക്കാരോ ഒന്നുമല്ല നമ്മൾ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ആ തരത്തിലുള്ളതായ ഏതെങ്കിലും പാപം ചെയ്തതിന്റെ പേരിൽ മാത്രമല്ല ഇസ്രായേൽ ജനത്തെ ദൈവം വെറുക്കാനുള്ള കാരണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ മദ്യപാനികളായതുകൊണ്ടോ അവർ വ്യഭിചാരം ചെയ്തതുകൊണ്ടോ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനേക്കാൾ ദൈവത്തെ കോപിപ്പിച്ച, ദൈവം അവരെ വെറുത്തതായ മറ്റു ചില പാപങ്ങളുണ്ട്. അത് താഴെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ചിന്തിക്കുമ്പോൾ നാമും ഗ്രഹിക്കണം, ഇത് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെയും സ്നേഹിക്കുന്നു, ഞാൻ കൽപ്പനകളൊന്നും ലംഘിക്കുന്നവനല്ല, ദൈവം എന്നോട് കൂടെയുണ്ട് എന്നീ ചിന്തകളൊക്കെ നമ്മിൽ ഉണ്ടാകുമ്പോ ഇനി നാം ധ്യാനിക്കുവാൻ പോകുന്ന ആ വേദഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് നാം എന്ന് ഉള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ, ചെങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. അവർ ദൈവത്തെ പ്രവോക്ക് ചെയ്തു എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. ദൈവത്തെ അവർ പ്രകോപിപ്പിച്ചു. എങ്ങനെയാ അവർ ദൈവത്തെ പ്രകോപിപ്പിച്ചത്? എങ്ങനെയാണ് അവർ ദൈവത്തോട് അവിടെ വെച്ച് മത്സരിച്ചത്? അവിടെ വെച്ച് അവർ ഏതെങ്കിലും കൽപ്പനകളെ ലംഘിച്ചുവോ? കൽപ്പനകളെ ലംഘിച്ചു എന്നല്ല അവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? അല്ല, അതിനു മുൻപ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അവർ ഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ മഹാദയയെ അവർ എന്ത് ചെയ്തില്ല? അതാണ് പാപം. എവിടെ വെച്ച് ഓർത്തില്ലായത്? കടൽക്കരയിൽ വെച്ച്, ചെങ്കടലിന്റെ കരയിൽ വന്ന് നിൽക്കുമ്പോൾ അവർ എന്ത് ചെയ്തില്ല? മിസ്രയീമിൽ വെച്ച് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെയും അവർക്ക് വേണ്ടി ദൈവം കാണിച്ചതായ ആ ദയയെയും അവരെന്ത് ചെയ്തില്ലെന്ന് ഓർത്തില്ല. അതുകൊണ്ട് ദൈവം അവരെ വെറുത്തു. ഇവിടെ ഞാൻ ആ കാര്യത്തെ ഇങ്ങനെ ഞാൻ വിശദീകരിക്കാം. ഇന്ന് വരെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, അതിന് മുമ്പത്തെ കഥ പോകട്ടെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്നു വരെ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളെ നാം എന്ത് ചെയ്യണം? നാം അത് ഓർക്കണം. ഇന്നൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ചെങ്കടലായിരിക്കാം, ഒരുപക്ഷെ അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളായിരിക്കാം, അത് എന്തും തന്നെയാകട്ടെ, അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തെ പ്രകോപിപ്പിക്കുവാനായിട്ട് പാടില്ല. അവരന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങളെ കൊല്ലുവാനായിട്ടാണോ അവിടെ നിന്നും കൊണ്ടുവന്നത്?
അവിടെയായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവര് മോശയ്ക്ക് വിരോധമായിട്ട് പിറുപിറുക്കാൻ ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, അന്ന് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആ ജനത്തിന് ദൈവം കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ എന്താണ്, അനുഭവിച്ച ദയ എന്താണെന്ന് നാം ഒന്ന് തിരിച്ചറിയണം. എത്ര ബാധകളാണ് ദൈവം അവിടെ വരുത്തിയത്? എത്ര ബാധ വരുത്തിയെന്നറിയാമോ? 10 ബാധകൾ. എന്തിനാ ഈ 10 ബാധകൾ വരുത്തിയത്? എന്താ ചെയ്തത്? അതൊരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. എന്താ കാരണം? ആ 10 ബാധകൾ അത്ഭുതമായിരുന്നു എന്ന് പറയാൻ കാരണം എന്താ? അത് ആരെ ബാധിച്ചില്ല? ഇസ്രായേൽ ജനത്തെ ബാധിച്ചില്ല. അവരോട് ദൈവം ദയ കാണിച്ചു എന്ന് പറയാൻ കാരണം എന്താ? അത് ഇസ്രായേൽ മക്കളെ അത് ബാധിച്ചില്ല. ആ ബാധ മുഴുവനും ആർക്കാ ഉണ്ടായത്? മിസ്രയീമിലുള്ള ജനത്തിനാണ് ഉണ്ടായത്. അവിടുത്തെ അതിന്റെ ഞാനൊന്ന് ഓടിച്ചതൊന്ന് വായിച്ചു നോക്കാനിടയായി. 10 കാര്യങ്ങളാണ്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒടുവിലത്തെ സംഹാരമായ കടിഞ്ഞൂൽ സംഹാരം വരെ ഇസ്രയേലിലെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ എന്ന് അവകാശപ്പെടുന്ന ഒരുത്തന്റെ മേലും ഒരു കുടുംബത്തിൽ പോലും എന്തുണ്ടായില്ല? ഒരു സംഹാരം ഉണ്ടായില്ല. ദൈവം തന്റെ ജനത്തോട് വലിയ കരുണ കാണിച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ജനം ഇപ്പോൾ ഇതാ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരാ പറഞ്ഞത് ആ വഴിക്ക് പോകാൻ? ദൈവമാ പറഞ്ഞത്. ആരാണ് അവരെ വിടുവിച്ചത്? ഈ ദൈവമാണ്. പോക എന്ന് അവരോട് പറഞ്ഞതാരാണ്? ദൈവമാണ്. ഞാൻ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതാരാണ്? ദൈവമാണ്. എന്നാൽ ഇപ്പോൾ ആ ജനം എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു നിന്ന് ഈ ദൈവത്തോട് മത്സരിക്കുകയാണ്. നമ്മൾ ഈ ദൈവത്തെ പ്രകോപിപ്പിക്കാറുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നാമും ഒരുപക്ഷെ പിറുപിറുത്തു പോകും. അല്ലെങ്കിൽ ഈ ദൈവത്തെ നമ്മൾ പ്രവോക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ അത് പാപമാണ്. ഈ ദൈവം നമ്മെ വെറുക്കും. എന്താ അതിന്റെ കാരണം? ഈ നിമിഷം വരെ നിങ്ങൾക്ക് ചെയ്തു തന്ന ആ വലിയ കാര്യങ്ങളെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? അവക്ക് നിങ്ങൾ വേഗത്തിൽ മറന്നു. ദൈവത്തിന്റെ മക്കളെ, നാം അങ്ങനെ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ നടത്തുന്നത്? എന്തിനാ ദൈവം എനിക്ക് ഈ കാര്യങ്ങൾ അനുവദിച്ചത്? ഇതൊന്ന് ഒഴിവാക്കി തരാൻ പാടില്ലായിരുന്നുവോ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ദൈവത്തെ അവിശ്വസിക്കുന്ന, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ആ സ്വഭാവങ്ങൾ നമ്മിലുള്ളത് ദൈവത്തോട് നമ്മൾ ഏറ്റുപറയണം. അല്ലെങ്കിൽ ദൈവം തന്റെ അവകാശത്തെ വെറുത്തതുപോലെ നമ്മെയും വെറുക്കുവാൻ ഉള്ള സാധ്യതയുണ്ട്. രണ്ടാമത് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അതിനോട് സമാനമായ കാര്യമാണ് 13-ൽ നമ്മൾ വായിക്കുന്നത്. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ല. രണ്ടാമത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്ന പാപം എന്തായിരുന്നു? അവർ മറന്നു കളഞ്ഞു എന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് അവര് കാത്തിരുന്നില്ല. നാം എത്രത്തോളം കാത്തിരിക്കുന്നവരാണ്? നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യുന്നു. ഒരു കാര്യം പറയണമെന്ന് തോന്നിയാൽ നമ്മളത് പറയുന്നു. നമ്മൾ ഒരിടത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ അത് പോകുന്നു. ആരോട് ആലോചന ചോദിക്കുന്നില്ല? ദൈവത്തിന്റെ ആലോചന ആ കാര്യത്തിൽ നമ്മൾ ചോദിക്കാതെയാണ് പോകുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിൽ, തീരുമാനിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ വെറുക്കുന്ന ഒരു കാര്യമാണത്. ഈ മോശ അവർക്ക് നേതൃത്വം നൽകിയ ഒരുവനാണല്ലേ. ഈ മരുഭൂമി യാത്രയിൽ ഈ മോശ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു അപകടത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നടത്തിയോ? നടത്തിയില്ല. പിന്നെ എന്തിനാണ് അവർ ഈ മോശയെ എതിർക്കുവാനുള്ള കാരണം? എന്തിനാ അവർ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുവാനുള്ള കാരണം? മോശ മുഖാന്തരം അവർക്ക് നന്മയല്ലാതെ ഒരു ദോഷവും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ നാമും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. ഈ ദൈവം ഇന്നുവരെ നന്മയല്ലാതെ ഒരു തിന്മയും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ
എന്തുകൊണ്ട് ആ ദൈവത്തിന്റെ ആലോചനയ്ക്ക് നാം കാത്തുനിന്നുകൂടാ? അതാ ചോദ്യം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് ആരാ ദൈവഹിതം അന്വേഷിക്കുന്നത്? നാം യഥാസ്ഥാനത്വം ആവശ്യമായ ആ വാക്യം വായിച്ചപ്പോൾ എന്താണ്? അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണമുള്ള യഥാസ്ഥാനത്വം എന്ന് പറയുമ്പോൾ അവന്റെ ഇഷ്ടത്തിന് പ്രസക്തിയില്ലാതെ ജീവിക്കുന്നവർക്കാണ് എന്തു വേണ്ടത്? യഥാസ്ഥാനത്വം ആവശ്യമായിട്ടുള്ളത്. അവന്റെ ഇഷ്ടം ആരായുവാൻ, ഇവിടെ ചോദിച്ചതുപോലെ ആലോചന സ്വീകരിപ്പാൻ. കൗൺസിൽ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. എന്ന് പറഞ്ഞാൽ അവന്റെ, വേറൊരു ഭാഗത്ത് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ ആലോചനാ സഭയിൽ നിങ്ങൾ ഇരുന്നിട്ടില്ല. അവനോട് കൂടെ ഇരുന്ന് അവന്റെ ആലോചനകൾ എന്താണ് എന്ന് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുവാനോ മനസ്സിലാക്കുവാനോ നാം തയ്യാറാകാതെ നമുക്ക് ബോധിച്ചതുപോലുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നാം ദൈവമക്കളാണ് എന്ന് വരികിൽ പോലും നമ്മെ ദൈവം വെറുക്കും എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നത്, ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവര് മറന്നു കളഞ്ഞു. അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കാതിരുന്നത് നിമിത്തം അവർക്ക് സംഭവിച്ച കാര്യം എന്താണ്? മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട ജനം ഉടനെ എന്തു പറഞ്ഞു? ഞങ്ങൾക്ക് കൂടെ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. മോശ എന്ന ദൈവവൃത്തനൊന്ന് ഇറങ്ങി വരട്ടെ. അവൻ പോയല്ലോ ദൈവത്തിന്റെ അടുക്കലേക്ക്, അവനൊന്ന് ഇറങ്ങി വരട്ടെ. അതിനു പോലും വെയിറ്റ് ചെയ്യുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അതുകൊണ്ടാണ് അവിടെ 22-ൽ പറയുന്നത്, രക്ഷിതാവായ ദൈവത്തെ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെയാണ് മറന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദൈവത്തെ മറക്കരുത്. ആലോചനകളിൽ നാം ദൈവഹിതം ആരായാതെ നാം മുൻപോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന പരാജയം നാം ദൈവത്തെ മറക്കുന്നതിന് തുല്യമാണത്. നാം ആരും മദ്യപിക്കാനൊന്നും പോകണ്ട, വേറെ ഈ ലോകം ചെയ്യുന്നത് പോലുള്ള പാപ പ്രവൃത്തികൾ ഒന്നും ചെയ്യണ്ട. അതിനേക്കാൾ ഭയങ്കരമായ പാപങ്ങളാണ് ഈ കാര്യമെന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മെ രക്ഷിച്ച ദൈവത്തെ നമ്മൾ മറക്കരുത്. എന്നെ ഇന്ന് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന, എന്റെ പാപങ്ങൾ പരിഹരിച്ചു തന്ന, എന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച എന്റെ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ മറക്കാനായിട്ട് പാടില്ല. അങ്ങനെ മറക്കുന്നുവെങ്കിൽ നാം അറിയാതെ ചെയ്യുന്ന വലിയ പാപമാണ് അത്. ദൈവം നമ്മെ വെറുക്കുന്നതിന് തുല്യമായ പാപമാണ്. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ മനോഹര ദേശത്തെ എന്ത് ചെയ്തു? നിരസിച്ചു. മിസ്രയീമിൽ നിന്ന് പോരുന്നതിന് മുൻപ് തന്നെ അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം എന്തായിരുന്നു? കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. അതിനുള്ള പദ്ധതികളായിരുന്നു ദൈവം മുഴുവനും ചെയ്തത്. എന്നാൽ ഈ ജനം ഇത്രയും കാലം ദൈവത്തിന്റെ നന്മ അനുഭവിച്ചതായിരിക്കുന്ന ഈ ജനം ഇന്ന് പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ആ കനാൻ ദേശം വേണ്ട. എന്തൊരു നന്ദി കെട്ട ജനം! വേണ്ട, നാം നമ്മിലേക്കൊന്ന് തിരികെ. നമ്മുടെ ജീവിതവും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാഴ്ചപ്പാടുകളും പലപ്പോഴും സ്വർഗത്തെക്കാൾ അധികം ഈ ലോക ജീവിതമല്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ 2 ആഴ്ച മുമ്പ് ഞായറാഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് എത്രയോ മനോഹരമാണ്, അല്ലെ? ഇതെല്ലാം ഈ കാണുന്നത് താൽക്കാലികം എന്ന് നാം വചനത്തിലൂടെ കണ്ട ഒരു വലിയ സത്യമാണ്. അപ്പോൾ എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആ പ്രവർത്തനങ്ങൾ കണ്ടാൽ, നമ്മുടെ താല്പര്യങ്ങൾ കണ്ടാൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ടാൽ ദൈവത്തിനറിയാം ഇവരുടെ താല്പര്യം എന്താ? ഈ ഭൂമിയാ, ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? വാഗ്ദത്തങ്ങളെ അവർ എന്ത് ചെയ്യുന്നു?
മനോഹര ദേശത്തെ അവർ നിരസിക്കുന്നു, അഥവാ വാഗ്ദത്തങ്ങളെ അവർ നിരസിക്കുന്നു. അല്ലേ? നാം ഒന്ന് ഓർത്തു നോക്ക്, അതിന്റെ ഭയാനകത നമ്മൾ മനസ്സിലാക്കണം. എന്തിനായിട്ടാണോ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നത്? ആ ജനത്തിന് ദൈവം നൽകിയ വാഗ്ദത്തം അവർക്ക് ഈ മരുഭൂമി യാത്രയല്ല, അവിടെ ലഭിക്കുന്ന സൗകര്യങ്ങളല്ല, അതിന്റെ അപ്പുറത്ത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. എന്നാൽ ആ ജനം അവര് പെറുപുറത്ത് അതിനെ നിരസിക്കുന്നതായ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിരസിക്കുന്നതായ അനുഭവത്തിലേക്ക് ആ ജനം മാറ്റപ്പെട്ടു. ഇതൊക്കെ ഭയത്തോടുകൂടെ നാമും മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തികളെ, നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം ഒരു കാരണവശാലും മറക്കാനായിട്ട് പാടില്ല, അതിനെ നിരസിക്കുവാനായിട്ട് പാടില്ല. അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട കാര്യമാണ്. അവര് അതുവരെ അവരുടെ യാത്രയിൽ വിശപ്പില്ലാതിരുന്ന, ദാഹമില്ലാതിരുന്ന, ചെരുപ്പ് തേയാതിരുന്ന ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഇറച്ചിക്കലങ്ങളുടെ അരികിൽ ഞങ്ങൾ ഇരുന്നവരാണ്, അവിടെ ഉള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇന്ന് ഇതൊന്നും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുള്ളതായിരിക്കുന്ന ഒരു പെറുപുറപ്പ്. നമുക്കറിയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു വർഗം. എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? നമ്മിലേക്ക് തന്നെ നാം ഒന്ന് നോക്ക്. എത്രത്തോളം നമുക്ക് ഇന്ന് ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണ് കർത്താവേ എന്ന് പറയുന്നതായ ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം വെറുക്കും. മനസ്സിലായോ? ദൈവം വെറുക്കും. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാം, മോഹങ്ങളൊക്കെ ഉണ്ടാകാം, എന്നാൽ അതൊന്നും തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടോ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടോ ആകുവാൻ പാടുള്ളതല്ല എന്നത് നമ്മൾ തിരിച്ചറിയുവാൻ വളരെ ആവശ്യമുണ്ട്. അവർ ദൈവത്തിന്റെ വചനത്തെ കേൾക്കാതെ, ദൈവത്തിന്റെ വചനത്തെ അവർ പിറുപിറുപ്പോടുകൂടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്തുവെന്നാണ്? 26, അതിന്റെ 26-ല്ലോ, അതെ, ബാൽ പെയോരിനോട്, ആ വാക്യം ഏതാണ്? 28-ാമത്തെ വാക്യം. ഓക്കെ. അനന്തരം അവർ ബാൽ പെയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. അവർ ബാൽ പെയോരിനോട് ചേർന്നു. എന്താണ് ആ സംഭവം? അത് നമ്മൾ ഈ ധ്യാനത്തോടുള്ള ബന്ധം ചിന്തിക്കേണ്ട കാര്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരണം. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ സാഹചര്യം ഞാൻ ആദ്യം പറയാം. അതിന്റെ നമുക്കറിയാം, ബിലയാം എന്ന പ്രവാചകൻ മുഖാന്തരം ബാലാക്ക് ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭമാണ് അവിടെ നമുക്കറിയാം. എന്നാൽ ആ കാര്യത്തിലൊന്നും ദൈവം അനുകൂലം നിന്നില്ല. എന്നാൽ അവിടെ സംഭവിച്ച ഒരു ദുരന്തം എന്തായിരുന്നു? ഈ ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയും വ്യഭിചാരത്തിന് വേണ്ടിയും ഉള്ളതായ ഒരു വിഷവിത്ത് വിതയ്ക്കുവാൻ ആർക്ക് കഴിഞ്ഞു? ഈ ബലയാമിന് സാധിച്ചു. അതിന്റെ അനന്തര ഫലമായി 25-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു, യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, അങ്ങനെ ചേർന്നവരോട്, 5-ാമത്തെ വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആളുകളിൽ ബാൽ പെയോരിനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും അവിടെ കരഞ്ഞാലായിട്ട് നാം കാണുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലെ വാക്യം, ഒരു ഇസ്രായേല്യൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു.
അവിടെ ഫിനഹാസ് എഴുന്നേറ്റു. എന്താ ചെയ്തത്? ആ 2 പേരെയും അവർ അവന്റെ കുന്തം കൊണ്ട് കൊന്നു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവഹിതത്തിന് യോഗ്യമല്ലാത്തതായ ബന്ധങ്ങളിലേക്ക് ഏർപ്പെട്ടതായ ഒരു കൂട്ടം ആളുകൾ, അതാണ് ബാൽ പെയോരിനോട് ചേർന്നു. അത് അവരുടെ എന്താണ് ഒരു വലിയ ഉപദേശമാണ്. അവിഹിതമായിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴുക. അപ്പോൾ ആ കാര്യം ദൈവം പറഞ്ഞു. അതിന് വിരോധമായിട്ട് ചിലർ പരിശ്രമിച്ചു. അതിനു വേണ്ടി, അതിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവജനം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരുത്തൻ ഒരു മിദ്യാന്യ സ്ത്രീയുമായിട്ട് കടന്നു വരുന്നത്. ആ പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും അതിന്റെ 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, ആ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ പേര് സിമ്രി എന്നാണ്. അവൻ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവിന്റെ മകനാണ്. അവനാരാ? അവനൊരു പ്രഭുവിന്റെ മകനാ. ഇനി ആ പെണ്ണിനെ കുറിച്ച് മിദ്യാന്യ ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യന്റെ മകളാ. അപ്പോൾ പെണ്ണാരാ? സൂര്യന്റെ മകൾ എന്നല്ല അതിന് പ്രാധാന്യമുള്ളത്, ജനാധിപത്യം അല്ലെ. ജനാധിപൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ പ്രധാന നേതാവിന്റെ ഒരു പ്രമാണിയുടെ മോള. അപ്പോ പ്രഭുവിന്റെ മകനും പ്രമാണിയുടെ മകളും. ഇന്നത്തെ കോണ്ടക്സ്റ്റിലൊന്നും ഓർത്തേ, ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ നമ്മളൊന്ന് ഓർത്തേ. ഇസ്രായേലിന് ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? മിദ്യാന്യ സ്ത്രീയാണ്. ദൈവം അരുതേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വംശത്തിൽ നിന്നുമാണ്. എന്നാൽ ആ ബന്ധത്തിനൊരു യോഗ്യതയുണ്ടായി. എപ്പോഴാ? അവനാരാ? ഒരു പ്രഭുവിന്റെ മകൻ. അവളാരാ? ജനാധിപന്റെ മകള്. അപ്പോ അത് ഒരു ചേർച്ച തന്നെ ആണ്. അതൊരു ചേർച്ചയാ. ഇന്നും ആളുകൾ ഈ ചേർച്ചയൊക്കെ നോക്കുന്നത്. രക്ഷിക്കപ്പെട്ടതാണോ, നമുക്ക് യോഗ്യമാണോ, ഇതൊന്നുമല്ല. പക്ഷേ നോക്കുന്നത് എന്താ? ആള് എങ്ങനെയുണ്ട്. അതങ്ങനെയാണെങ്കിൽ മിദ്യാന്യായാലും കുഴപ്പമില്ല, ഇനിയിപ്പോ അമാലേക്കനായാലും കുഴപ്പമില്ല, ആരായാലും പ്രശ്നമില്ല. അതിനൊക്കെ കുടപിടിക്കുന്ന, അതിനോടൊക്കെ കൂട്ടുനിൽക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ അവിടെ ആ മനുഷ്യൻ ചെയ്തത്, ആരാ ചെയ്തത്? ഫിനഹാസ് ചെയ്തത് ഇതൊന്നും അവൻ നോക്കിയില്ല. മിദ്യാന്യ പെൺകുട്ടിയുമായിട്ട് ഇസ്രായേൽ സഭയുടെ മുൻപിലേക്ക് വന്നപ്പോൾ തന്നെ രണ്ടിനെയും അവനങ്ങ്, അത് ദൈവത്തിന് ഇഷ്ടമായിരുന്നോ? എന്താ വായിക്കുന്നത്? അതിന്റെ ബാധ പോയി എന്ന് മാത്രമല്ല, അതിന്റെ 11-ാമത്തെ വാക്യം യഹോവ മോശയോട് പറയുകയാണ്, ഞാൻ എന്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ ഏലയാസറിന്റെ മകൻ ഫിനഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എന്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചത് കൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. അതിന് ദൈവം എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഇന്നത്തെ തലമുറകൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം അല്ലേ? പണത്തിന്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പണമുള്ളവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും, സ്വാധീനമുള്ളവർ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും ഇന്ന് കൊടപിടിക്കുന്ന ഒരു സമൂഹം. അവിടെ നമ്മൾ ഓർക്കണം, അത് എന്താണ്? അവർ ബാൽ പെയോരിനോട് ചേർന്നതുകൊണ്ട് നാം അവിടെ വായിക്കുന്നത് പോലെ അത് ദൈവത്തെ കോപിപ്പിച്ചു. 29 ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്ന് ഒരു ബാധ അവർക്ക് തട്ടി. എത്ര പേരാണ് മരിച്ചത്? 24,000 പേര് ആ ബാധയിൽ കൊല്ലപ്പെട്ടു. ആ ബാധ നിർത്തലാക്കാൻ എന്തു വേണ്ടി വന്നു? ഒരു ഫിനഹാസ് വേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാനൊരു സന്ദേശം കേട്ടതിൽ ഇന്ന് അനേകർ മൗനമായിരിക്കുകയാണ്. ആര്? സംസാരിക്കേണ്ടുന്നവർ, കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയേണ്ടുന്നവർ, ദൈവം
ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശുശ്രൂഷകന്മാർ പലതും കണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒന്നും പറയുന്നില്ല, മൗനം ആചരിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് ഒരു ഫിനെഹാസ് എഴുന്നേറ്റത്. ഇന്ന് വേണ്ടത് അനേക ഫിനെഹാസുമാരെയാണ്. അവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവിടെ സന്ദർഭം നമുക്കറിയാം. സംഖ്യാപുസ്തകത്തിലെ മോശയും ഇസ്രായേൽ ജനവും ഇരുന്ന് കരയുകയാണ്. വല്ലവിധേനയും ഈ ബാധയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. അവിടെയാണ് ഒരു ഉത്തരമായിട്ട് ഫിനെഹാസ് എഴുന്നേറ്റത്. അവനാണ് അതിന് പരിഹാരം വരുത്തിയത്. അതോടുകൂടെ ബാധ നിൽക്കുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ ജനത്തെ ദൈവം വെറുക്കുകയല്ലാതെ പിന്നെ എന്താ മാർഗമുള്ളത്? അതുകൊണ്ട് ആ ജനത്തെ ദൈവം വെറുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്നിട്ട് അതിന്റെ 23-ാമത്തെ വാക്യവും 32-ാം സങ്കീർത്തനം 106-ന്റെ 23, 32, 40 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ 3 വാക്യത്തിലും നമ്മൾ കാണുന്നത് യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവർ ചെയ്ത പാപങ്ങൾ എന്താണ്? പല കാര്യങ്ങൾ നമ്മൾ കണ്ടുല്ലേ? പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനിടയിൽ വളരെ ഒരുപക്ഷെ നാം ചെയ്യുന്നില്ല എന്ന് നാം കരുതുന്നത്, അവർ ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയതും ഒരുപക്ഷെ ബാൽപയോരിനോട് ചേർന്നതുമായ കാര്യങ്ങൾ നാം ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളും അതിനോടങ്ങ് താതാത്മ്യം പെട്ടുപോകുന്നു. അതാണ് നമ്മിൽ ഉണ്ടാകാതിരിക്കേണ്ട കാര്യം. അങ്ങനെ വന്നാൽ, ആ കാര്യത്തിൽ നാമും യോജിച്ചു പോയാൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ഉണ്ടാകും. അതുകൊണ്ട് ദൈവം എന്തു പറഞ്ഞു? 23-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. 26-ാമത്തെ വാക്യത്തിലും പറഞ്ഞു, അവരെ ഞാൻ ജാതികളുടെ ഇടയിൽ അവരെ നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആ ജനത്തെ നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിക്കുവാൻ ഇടയായി. 41-ാമത്തെ വാക്യത്തിൽ ജാതികളുടെ കയ്യിൽ അവരെ ദൈവം ഏൽപ്പിച്ചു. ശത്രുക്കൾ അവരെ ഭരിക്കുവാനിടയായി. 42-ാമത്തെ വാക്യത്തിൽ അവരെ ഈ ശത്രുക്കൾ ഞെരുക്കി, ശത്രുക്കൾക്ക് കീഴടങ്ങേണ്ടി വന്നു. 43-ാം വാക്യത്തിൽ അവർ അധോഗതി പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തൊരു അധോഗതി അല്ലേ! ദൈവത്തിന്റെ അവകാശമായിരുന്നവർ, ഇത് എന്റെ അവകാശം എന്ന് പറയാൻ ദൈവത്തിന് കഴിയാതെ അവരെ ദൈവം വെറുത്തപ്പോൾ ആ ജനത്തിന് എന്തുണ്ടായി? അധോഗതി പ്രാപിച്ചു. ഭൗതികമായിട്ടുള്ള നന്മയൊക്കെ കിട്ടിക്കാണും, പക്ഷെ ആത്മീകമായിരിക്കുന്ന അധപ്പതനത്തിൽ, ആത്മീകമായിരിക്കുന്ന താഴ്ചയിലേക്ക് അവർ വരുവാൻ തക്കവണ്ണം ഇടയായി. 107-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് ഓടിച്ച് അവസാനിപ്പിക്കാം. അതുകൂടെ ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. 107-ന്റെ 4-5 വാക്യങ്ങളിൽ അവർ ഉഴന്നു നടന്നു, ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി അവർ മാറി, അവർ തങ്ങളുടെ ജീവിതത്തിൽ തളർന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവം കൈവിട്ടാൽ, മനസ്സിലായോ? ദൈവം നമ്മെ വെറുത്താൽ, ലോകത്തിൽ ആര് നമ്മെ സ്നേഹിച്ചാലും നാം എന്ത് ചെയ്യും? നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടും. നാം നമ്മുടെ ഓട്ടത്തിൽ ക്ഷീണിക്കുവാനും തളരുവാനും ഇടയാകും. 10-11 വാക്യങ്ങൾ, 107-ന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ ഇരുട്ടും അന്ധതമസ്സും അവർക്കുണ്ടായി. ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ് അന്ധതമസ്സിന് പറഞ്ഞിരിക്കുന്ന വാക്ക്. മരണനിഴലിന്റെ താഴ്വരയിൽ അകപ്പെട്ടു, ഇരുമ്പ് ചങ്ങലയാൽ അവർ ബന്ധിതരായി. ആരാ ഈ ജനം? ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, 130 ഇതിലാണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവിടെ വായിക്കുന്നുണ്ട്, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാനായിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എങ്ങനെ അന്യദേശത്ത് എങ്ങനെ പാടും? അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമായി, അടിമകളായി അവർ പിന്നെയും മാറ്റപ്പെട്ടു. അവരെ ദൈവം കഷ്ടത കൊണ്ട് താഴ്ത്തി, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. എന്തൊരു ഗതികെട്ട അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജനം മാറ്റപ്പെട്ടു. നാമും ഇത് തന്നെ ഭയപ്പെടണം, നാമും ഇത് തന്നെ ഓർക്കണം.
ഈ ദൈവത്തോട് നമ്മൾ മത്സരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കും വരുവാൻ പോകുന്ന അവസ്ഥകൾ അതൊക്കെ തന്നെയാണ്. 17-18 വാക്യങ്ങളിൽ അവർ കഷ്ടപ്പെട്ടു, അവർ രോഗികളായിട്ട് തീർന്നു, മരണത്തിന്റെ വാതിലിനോട് അവർ സമീപിച്ചു എന്നാണ് വായിക്കുന്നത്. ഒന്നിനും ഒരു താല്പര്യവും ഇല്ലാത്തവരായി, വിശപ്പില്ല, ദാഹമില്ല, രോഗികളായി അവർ മാറ്റപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ദൈവം അവരെ വെറുത്തു. ഇനി അതിന് 25-27 വാക്യങ്ങളിൽ അവരുടെ മീതെ ദൈവം കൊടുങ്കാറ്റടിപ്പിച്ചു. അവരുടെ പ്രാണൻ ഉരുകിപ്പോകുവാൻ കാരണമായി. അവർ മദ്യപരെ പോലെ ആയിത്തീർന്നു. ബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഓടിച്ചു പറയുമ്പോ ലളിതമായിട്ട് തോന്നാം. പക്ഷെ ആ ജനത്തിന് വന്നുപെട്ടതായ വിപത്ത് വളരെ ആഴമേറിയതാണ്. അതിന്റെ 33-34 വാക്യങ്ങൾ, നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതായ നദികൾ മരുഭൂമിക്ക് തുല്യമായി മാറി, നീരുറവുകളെല്ലാം വരണ്ട നിലമായി തീർന്നു. ഒരു ശൂന്യത അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ജനമായി അവർ മാറ്റപ്പെട്ടു. ദൈവം വെറുത്താൽ, ദൈവം കൈവിട്ടാൽ, ദൈവം ശത്രുവിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നമ്മെ അടിച്ചാൽ അത് വളരെ വേദനാജനകമാണ്. ഒരു പ്രയോജനവും ഇല്ലാത്തവരായി മാറ്റപ്പെടും എന്നുള്ളത് നാം തിരിച്ചറിയണം. അതിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പീഡനം, കഷ്ടത, സങ്കടം ഈ കാരണത്താൽ അവർ കുറഞ്ഞ് കുറഞ്ഞ് താണുപോയി എന്ന് നമ്മൾ വായിക്കും. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടതായിരിക്കുന്ന ആ ഇസ്രായേൽ മക്കൾ അവരെല്ലാം കൊണ്ടും തളർന്ന് തളർന്ന് കുറഞ്ഞു പോയി എന്ന് നാം വായിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയത് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ പരാജയമാണോ, എന്റെ പാപമാണോ, ദൈവവചന ലംഘനമാണോ, അങ്ങയെ ഞാൻ ഉറപ്പിച്ചതാണോ, അങ്ങയെ ഞാൻ കോപിപ്പിച്ചതാണോ ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കുവാൻ, നമ്മെ താഴ്ത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നാം പല കാര്യങ്ങളൊക്കെ പാപമായിട്ടൊക്കെ കാണുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമല്ല ദൈവം നമ്മോട് കോപിക്കാനും ദൈവം നമ്മെ ശിക്ഷിക്കുന്നതിനും ദൈവം തന്റെ അവകാശമായ നമ്മെ വെറുക്കുന്നതിനും കാരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇതുവരെ നടത്തിയ ദൈവത്തെ നമ്മൾ സംശയിക്കരുത്. ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മറക്കരുത്. അവന്റെ നന്മകളെ നാം മറന്നു കളയരുത് എന്നുള്ളത് നാം ഓർക്കണം. ദൈവത്തിന് വിരോധമായി ചിന്തിക്കുവാനോ പറയുവാനോ പിറുപിറുക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇടവരാതെ ദൈവകരങ്ങളിൽ താണിരിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരണം. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമുള്ളതായ യഥാസ്ഥാനത്വം അത് നമ്മിൽ ഉണ്ടാകുവാൻ വരുന്ന നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വചനങ്ങളാലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.